ഡൽഹി സർക്കാരിന്റെ ഒരു വർഷത്തെ മുൻനിര സാംസ്കാരിക പരിപാടികളുടെ പട്ടികയിൽ ജനം ടിവിയും. ജനം സൗഹൃദവേദി ഡൽഹിയിൽ സംഘടിപ്പിച്ച ഓണാഘോഷ പരിപാടിയാണ് സർക്കാർ പട്ടികയിൽ ഇടം പിടിച്ചത്. ഇക്കഴിഞ്ഞ ഓണത്തിന് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് ജനം ടിവിയും ജനം സൗഹൃദവേദിയും ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. വിവരങ്ങളുമായി ശ്രീകാന്ത് ചെയ്യുന്നുണ്ട്. ശ്രീകാന്തിന് ഒരുപക്ഷെ ഇതൊരു അഭിമാന നിമിഷം കൂടിയാണ്. കാരണം ശ്രീകാന്ത് ഉൾപ്പെടെയുള്ള നമ്മുടെ ടീമിന്റെ ആ ഒരു മികച്ച പ്രവർത്തനം തന്നെയാണ് നമുക്ക് ഈ നേട്ടം സ്വന്തമാക്കാൻ കഴിഞ്ഞത്. ഡൽഹി സർക്കാരിന്റെ പട്ടികയിൽ എങ്ങനെയാണ് ശ്രീകാന്ത് നമ്മുടെ ജനം ടിവിയുടെ ഓണാഘോഷ പരിപാടി ഇടം പിടിച്ചത്? അശ്വതി, സാംസ്കാരിക നേട്ടങ്ങളാൽ സമൃദ്ധമായ ഒരു വർഷം എന്ന തലക്കെട്ടോടുകൂടിയാണ് ജനം ടിവിയുടെയും ജനം സൗഹൃദവേദി ഡൽഹിയുടെയും നേതൃത്വത്തിൽ നടന്ന ഓണാഘോഷം ഡൽഹി സർക്കാർ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ചത്. നമ്മുടെ ഈ ഓണാഘോഷ പരിപാടിയുടെ ചിത്രങ്ങൾ സഹിതമാണ് ഡൽഹി സർക്കാരിന്റെ ഒരു വർഷത്തെ മുൻനിര സാംസ്കാരിക പരിപാടികളുടെ പട്ടിക തയ്യാറാക്കിയപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയത്. വലിയ ഇവിടെല്ലാം പരസ്യം നൽകിയിരുന്നു സംസ്ഥാന സർക്കാർ. ആ പരസ്യങ്ങൾക്കിടയിലാണ് ജനം ടിവിയുടെ ജനം സൗഹൃദവേദിയും സംഘടിപ്പിച്ച ഈ പരിപാടി ഉൾപ്പെടുത്തുകയുണ്ടായത്. അത് മാത്രമല്ല, ഇക്കഴിഞ്ഞ ഓണത്തിന് മുഖ്യമന്ത്രിയുടെ വസതിയിൽ വെച്ചാണ് ജനം ടിവിയും ജനം സൗഹൃദവേദി ഡൽഹിയും ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചത്. ഡൽഹിയിലെ ജനം ടി വി കുടുംബം അത് വളരെ വിപുലമായ ഒരു സംവിധാനമാണ്. അതിൽ ജനം ടി വിയുടെ റിപ്പോർട്ടർമാരുണ്ട്, അതോടൊപ്പം ക്യാമറമാൻമാരുണ്ട്, ജനം സൗഹൃദവേദിയുണ്ട്. അതിൽ ശ്രീദത്തൻ ആണ് അതിന്റെ സെക്രട്ടറി. അതോടൊപ്പം MD ജയപ്രകാശിയാണ് അതിന്റെ പ്രസിഡന്റായി ചുമതല വഹിക്കുന്നത്. ഇവരുടെയൊക്കെ അക്ഷീണ പ്രയത്നമാണ് ഈ പരിപാടി നമുക്ക് വിജയകരമാക്കാൻ സഹായിച്ചത്. നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സജീവൻ ജി, അതോടൊപ്പം നമ്മുടെ MD രാജശേഖരൻ ജി ഉൾപ്പെടെ ഈ പരിപാടിയിൽ ഉണ്ടായിരുന്നു. ഒപ്പം എക്സിക്യൂട്ടീവ് ചെയർമാൻ സുരേഷ് കുമാർ, ജയകുമാർ ജി നമ്മുടെ മെന്ററാണ്, അദ്ദേഹം അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ പരിപാടി അതിഗംഭീരമായി അവിടെ നമ്മൾ അവതരിപ്പിക്കുകയാണ് ഉണ്ടായത്. കേരളത്തിന്റെ എല്ലാ കലാ സാംസ്കാരിക പൈതൃകവും മുഖ്യമന്ത്രിയുടെ വസതിയിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അവർ നമ്മളോട് അങ്ങേയറ്റം സഹകരിക്കുകയും ചെയ്തു. അതാണിപ്പോൾ ഈ വലിയ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ളത്. ഡൽഹിയിൽ നിരവധി മലയാളി പരിപാടികൾ നടക്കുകയും മുഖ്യമന്ത്രി അതിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ അവർ തെരഞ്ഞെടുത്തത് ജനം ടിവിയും ജനം സൗഹൃദവേദിയും അവരുടെ വസതിയിൽ നടത്തിയ പരിപാടിയാണ്. ഇത് ഡൽഹി മലയാളികൾക്കാകെ അഭിമാനകരമായ നിമിഷമാണ്. തീർച്ചയായും ശ്രീകാന്ത്, അങ്ങനെ തന്നെയാണ്. ഏതായാലും അഭിനന്ദനങ്ങൾ. ശ്രീകാന്ത് അടക്കമുള്ളവർ ചുക്കാൻ പിടിച്ച് നേതൃത്വം നൽകിയ, അക്ഷീണം പ്രയത്നിച്ച അതിന്റെ ഫലം കണ്ടിരിക്കുകയാണ്. വലിയ നേട്ടമാണ് നമ്മുടെ ടീം ജനം സ്വന്തമാക്കിയിരിക്കുന്നത്. ശ്രീകാന്ത്, ഏതായാലും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ നേരുന്നു.